നമസ്കാരം. അപ്പോൾ സുരേഷ് ഗോപി എന്ന് പറയുന്ന ആ ഒരു നല്ല മെമ്പറെ തേച്ച് ഒട്ടിക്കുന്നതിന്, അധിക്ഷേപിക്കുന്നതിന്, കരിവാരി തേക്കുന്നതിന് വേണ്ടി കുറെ കൂതറ മീഡിയാസ് പടി കയറി വന്നിട്ടുണ്ട്. കാരണം ഈ അടുത്ത ദിവസങ്ങളിൽ ഒത്തിരി മീഡിയകളിലൂടെ അദ്ദേഹത്തിന് കേന്ദ്രമന്ത്രി പദവി ലഭിച്ചതിന് ശേഷം ഒത്തിരി പരിമിതികളുണ്ട്. അതിനാൽ സിനിമയിൽ അഭിനയിക്കരുത് എന്ന് പറഞ്ഞ വാക്കുകൾ കൊണ്ട് അഴിഞ്ഞാട്ടം നടത്തുന്ന കൂതറ മീഡിയാസ്, ആ ഒരു മീഡിയാസിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടി മാത്രമല്ല, സുരേഷ് ഗോപി എന്ന് പറയുന്ന ആ ഒരു നല്ല നായകനെ, നല്ല നടനെ ഒരു വിഭാഗം ജനങ്ങൾ മാത്രമല്ല, ഇപ്പൊ മോഹൻലാൽ, മമ്മൂട്ടി, പൃഥ്വിരാജ്, ദിലീപ് എന്ന് പല വിഭാഗങ്ങളായിട്ട് ഓരോരുത്തർക്കും പ്രേക്ഷകരുണ്ട്. എന്നാൽ സുരേഷ് ഗോപി എന്ന് പറയുന്ന ആ ഒരു നായകനെ എല്ലാ വിഭാഗവും ഒരേപോലെ പോയി കാണുന്ന, തിയേറ്ററിൽ അദ്ദേഹത്തിന്റെ ഏതൊരു ചിത്രം ഇറങ്ങിയാലും ഒരേപോലെ പോയി കാണുന്ന എത്ര നല്ല വമ്പൻ ഹിറ്റുകളാണ് നമ്മൾ സ്വീകരിച്ചത്, നമ്മുടെ ഹൃദയത്തിലേറിയത്. ഒരിക്കലും പാർട്ടി സംബന്ധമായിട്ട് മാത്രമല്ല അദ്ദേഹം പ്രവർത്തിച്ചിരിക്കുന്നത്, ഒരു മനുഷ്യനായിട്ട്, പച്ചയായ മനുഷ്യനായിട്ടാണ് സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിച്ചിരിക്കുന്നത്. നമ്മൾ നേരിൽ കണ്ടറിഞ്ഞതാണ്. എത്രയോ നല്ല നല്ല പ്രവർത്തനങ്ങൾ അദ്ദേഹം ചെയ്തത്. തീർച്ചയായിട്ടും കേന്ദ്രമന്ത്രി പദവിയിൽ എത്തിയതിനു ശേഷം അദ്ദേഹത്തിന്റെ ജോലി സംബന്ധമായിട്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തൊഴിൽ, അദ്ദേഹത്തിന് ആ ഒരു സ്ഥാന സംബന്ധമായിട്ട് അദ്ദേഹത്തിന് ഈ അഭിനയം ഒഴിച്ച് മാറ്റിവെക്കാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്: ഇതെന്റെ പാഷനാണ്, ഇതെന്റെ ജീവനാണ്, ഒരിക്കലും എനിക്ക് നിർത്താൻ സാധിക്കില്ല എന്നുള്ളതാണ് പറഞ്ഞത്. എന്നിട്ടും അത് വളച്ചൊടിച്ചുകൊണ്ട് ഒത്തിരി മീഡിയാസ് വന്നിങ്ങനെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ഒത്തിരി വീഡിയോസ് ആണ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അതിനെതിരെ ആ ഒരു വീഡിയോസിന്റെ താഴെയുള്ള കമന്റ് ബോക്സിൽ പ്രേക്ഷകരുടെ ഒരു വമ്പൻ പ്രതിഷേധം തന്നെയാണുള്ളത്. അത് കണ്ടറിയേണ്ടത് തന്നെയാണ്. എന്തിനാണ് ഇങ്ങനെ മീഡിയകൾ സത്യസന്ധമല്ലാത്ത ന്യൂസുകൾ അടിച്ചിറക്കും? തന്തയ്ക്ക് പിറക്കാത്ത രീതിയിലുള്ള ഇതേപോലുള്ള ന്യൂസുകൾ, നല്ല ന്യൂസുകൾ വളച്ചൊടിച്ച് വേറെ തലത്തിലെത്തിക്കുന്നത് ഈ പ്രേക്ഷകരെ ശരിക്കും ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ, പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ഇതേപോലുള്ള ന്യൂസുകൾ എന്തിന് അപ്ലോഡ് ചെയ്യുന്നു? എന്തിനാണ് യൂട്യൂബിൽ ഇതേപോലുള്ള ന്യൂസുകൾ അടിച്ചിറക്കുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ആ ഒരു നല്ല നായകനെ, കഥാപാത്രങ്ങളെ ഒറ്റ ടേക്കിൽ പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ആ ഒരു നല്ല നടനെ സ്വീകരിച്ച പ്രേക്ഷകരുടെ ഒരേ ഒരു ചോദ്യമാണ്: എന്തിനാണ് ഇങ്ങനെ അധിക്ഷേപിക്കുന്നത്? ഒരു ചില വിഭാഗത്തിൽപ്പെട്ട മീഡിയാസിന്റെ ഒരു പ്രവണതയാണ്, വളരെ മോശവത്തായ രീതിയിലുള്ള പ്രവണതയാണ്. സുരേഷ് ഗോപി എന്ന് പറയുന്ന ആ ഒരു നായകൻ കേന്ദ്രമന്ത്രി പദവിയിലെത്തി ആ ഒരു വ്യക്തിയെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന രംഗങ്ങൾ നമ്മൾ നേരിട്ട് കണ്ടതാണ്, കേട്ടതാണ്. സുരേഷ് ഗോപി എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ, അതോടൊപ്പം തന്നെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ, ഏതൊരു കാര്യത്തെക്കുറിച്ചും രണ്ടോ മൂന്നോ വാക്കുകൾ പറഞ്ഞു പോയാൽ വളച്ചൊടിച്ച് ന്യൂസാക്കി മാറ്റുന്ന രീതിയിലുള്ള ഒരു പ്രവണതയും കണ്ടുവന്നതാണ്. എന്തിനാണ് ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ സുരേഷ് ഗോപി എന്ന് പറയുന്ന ആ ഒരു നല്ല വ്യക്തിയെ അടിച്ചമർത്തുകയും അതോടൊപ്പം അധിക്ഷേപിക്കുന്നത്? എന്തിനാണ് കരിവാരി തേക്കുന്നത്? സുരേഷ് ഗോപി എന്ന് പറയുന്ന ആ ഒരു നല്ല കലാകാരനെ, നല്ലൊരു അഭിനേതാവിനെ, മലയാള സിനിമാ ഇൻഡസ്ട്രിയുടെ ഉന്നതങ്ങളിലിരിക്കുന്ന ആ ഒരു നല്ലൊരു മെമ്പറെ അധിക്ഷേപിക്കുന്ന രീതിയിൽ തന്നെ പച്ചയ്ക്ക് പറഞ്ഞ കണ്ടന്റാക്കി മാറ്റുന്നതിന്, അതോടൊപ്പം സമ്പാദ്യം സ്വന്തം കീശയിൽ വരുത്തുന്നതിന് വേണ്ടി തന്നെയാണ് ഒരു നല്ല വ്യക്തിയെ കരിവാരി തേക്കുന്നതും സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിക്കുന്നതും ഇപ്പോൾ ഒരു ട്രെൻഡാക്കി മാറ്റിയിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു സുരേഷ് ഗോപി സാറിനെ കുറിച്ച്. പക്ഷെ അതിനടിയിൽ വന്നിരിക്കുന്ന ഒത്തിരി മോശവത്തായ രീതിയിലുള്ള കമന്റ്സ് ആണ്. എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്? കമന്റ്സ് മോശവത്തായ രീതിയിൽ കമന്റ്സ് ഇടുന്നത് എന്തിനു വേണ്ടിയാണ്? ഓരോരുത്തരുടെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. അത് വളരെ മോശവത്തായ രീതിയിൽ എന്തിനു വേണ്ടി ആ ഒരു കമന്റ്സും എന്തൊക്കെ പറക്കാത്ത ഓരോ മീഡിയാസിന്റെ ഫലം ചെയ്യുന്ന കമന്റ്സ് ആയിട്ടാണ് ഞാൻ സ്വീകരിച്ചത്. ഈ ഒരു സമൂഹത്തിൽ ഞാനിപ്പോൾ കണ്ടറിഞ്ഞത് വിഷവിത്തുകളെ വളർത്തുന്നതും നല്ല വിത്തുകളെ നശിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സഞ്ചാരമാണ്. അപ്പൊ സുരേഷ് ഗോപി എന്ന് പറയുന്ന ആ ഒരു നായകൻ അഭിനയ കലാരംഗം ഒരിക്കലും ഹൃദയത്തിൽ നിന്നും പറിച്ച് മാറ്റില്ല എന്നുള്ളൊരു ഉറപ്പാണ് ഇപ്പോഴും സുരേഷ് ഗോപി എന്ന് പറയുന്ന ആ ഒരു നല്ല നായകൻ, ആ ഒരു നടൻ, മലയാള സിനിമാ ഇൻഡസ്ട്രിയിലെ ഉയരങ്ങൾ കീഴടക്കിയ ആ ഒരു നല്ല നായകൻ ഇപ്പോഴും ഹൃദയത്തിൽ തൊട്ടു പറയുന്നത്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമന്റ് ബോക്സിൽ വരിക. ഐ ആം വെയിറ്റിംഗ്.